അങ്ങനെ മനോജിൻ്റെ അമ്മയും കൂടി വക്കീൽ ഓഫീസിൽ ചെന്നു. വക്കീലിനെ കണ്ടു കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം വക്കീലിനോട് അവൾ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഹസ്ബൻഡിന് ഒരു പ്രശ്നമില്ല, അദ്ദേഹം എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോഴത്തേക്ക് വലിയ താമസമില്ല, പെട്ടെന്ന് തന്നെ കിട്ടും, വക്കീൽ പറഞ്ഞു. അങ്ങനെ വക്കീലിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും ഇറങ്ങി ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിരിഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി അവൾ പതിവ് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രവി വന്നിട്ടില്ല, അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അമ്മ രമ്യയെ വിളിച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. എന്തുവാ? അവൾ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. അത് നീ ഡിവോഴ്സിന് കൊടുക്കുന്നെന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് അത് വന്ന് ധരിപ്പിച്ചോ അയാളോ? നീ എന്ത് സംസാരമാണ് സംസാരിക്കുന്നത്? ഇപ്പോഴും അവൻ നിൻ്റെ ഭർത്താവ് തന്നെയല്ലേ? ഭർത്താവിൻ്റെ സ്ഥാനം ഇപ്പോൾ ഒഴിയാൻ പോവുകയാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട് വക്കീലിൻ്റെ അടുത്ത്, അഹങ്കാരത്തോടെ അവൾ പറഞ്ഞു. അമ്മയ്ക്ക് അവൾക്കൊരു അടി കൊടുക്കാനാണ് തോന്നിയത്, പക്ഷേ അമ്മ വേണ്ടെന്ന് വെച്ചു. രവി അറിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാക്കും. വേണ്ട, നീ എന്തിനു ഇവനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്? എന്ത് നല്ല രീതിയിലാണ് നിന്നെയും കുഞ്ഞിനെയും അവൻ നോക്കിയിട്ടുള്ളത്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയല്ലേ നിന്നെ കൊണ്ടു കിടക്കുന്നത്. നിന്നെ ഇതുപോലെ ആരെങ്കിലും ഇനി ഈ ജന്മം സ്നേഹിക്കുമോ? നിനക്ക് ഇപ്പോൾ അവൻ്റെ വില മനസ്സിലാവത്തില്ല, ഒന്ന് നഷ്ടപ്പെടുമ്പോഴേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. അവനെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഏത് പെണ്ണും ഒന്ന് കൊതിക്കും, നിനക്കത് മനസ്സിലാവത്തില്ല, അമ്മ പറഞ്ഞു. പിന്നെ ഏത് പെണ്ണും കൊതിക്കും. അമ്മയുടെ ജോലി നോക്കിയേ, കൊതിക്കും. ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പമാണ് ജീവിക്കേണ്ടത്, അല്ലാതെ ഇഷ്ടമില്ലാത്ത ആൾക്കാരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്തല്ല ജീവിക്കേണ്ടത്. എനിക്കിനി അദ്ദേഹത്തിനെ ഭർത്താവായിട്ട് കാണാനോ ഒന്നിനും എനിക്ക് പറ്റത്തില്ല. നീ നിൻ്റെ ഇഷ്ടം നോക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം എന്താ? അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം അമ്മ ചോദിച്ചു. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. പിന്നെ രവി എന്ത് ചെയ്യും? അവൻ്റെ ആകപ്പാടെയുള്ള പ്രതീക്ഷ മൊത്തവും ആ കുഞ്ഞിലാണ്. എങ്കിൽ പിന്നെ അദ്ദേഹം എടുത്തോട്ടെ, എനിക്കെൻ്റെ ലൈഫാണ് വലുത്, അവൾ പറഞ്ഞു. അമ്മ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാര്യം ഇനി മിണ്ടിയിട്ട് കാര്യമില്ല. അവളുടെ തീരുമാനങ്ങളൊക്കെ കേട്ട അമ്മ ആകപ്പാടെ അന്താളിച്ചിരുന്നു പോയി. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അമ്മയുടെ കാര്യങ്ങളിലേക്ക് കടന്നു. ആകപ്പാടെ ഉള്ള ഒരു മോളാണ് അവളുടെ ഈ തീരുമാനങ്ങളെല്ലാം അവളുടെ ജീവിതത്തിന് തന്നെ നാശമാവും അമ്മയുടെ മനസ്സ് മന്ത്രിച്ചു. അവൾ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ അവൾക്ക് ഒരിക്കൽ കണ്ണുനീര് ഒഴുക്കേണ്ടി വരും. അവൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാരണം ഭർത്താവ് അത്രത്തോളം നല്ലവനായിരുന്നു. ഒരിക്കൽ അത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ പിന്നീട് അത് ഒരിക്കലും വീണ്ടും കിട്ടത്തില്ല. ഭർത്താവ് അത്രത്തോളം നല്ലവനായിരുന്നിട്ടും അവൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ വില അവൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോഴത്തേക്ക് വൈകിപ്പോയിരിക്കും. അമ്മ മനസ്സിലുറപ്പിച്ചു. ഇനി അവളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവളെ ഉപദേശിക്കുന്ന പരിപാടി അമ്മ നിർത്തി. അങ്ങനെ പതിവ് പോലെ അവളുടെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോണും എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി കതവും അടച്ചു. ഇതൊക്കെ കണ്ടു നിൽക്കാനേ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സാധിക്കുന്നുള്ളൂ. കാര്യം പ്രതികരിക്കാനുള്ള ശേഷി കൂടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എങ്ങനെ ഉണ്ടായിരുന്ന ഒരു ജീവിതമാണ്, എങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ ഇങ്ങനായി പോയത് എന്നാണ് അമ്മയുടെ വിലാപം. അമ്മ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പഴയ സന്തോഷവും സമാധാനവും ദൈവമേ തിരിച്ചു തരണേ എന്നാണ്. പക്ഷെ ഓരോ ദിവസവും നില വഷളായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വക്കീൽ നോട്ടീസ് രവിക്ക് എത്തുന്നു. രവി വക്കീൽ നോട്ടീസിലെ കാര്യങ്ങളെല്ലാം വായിച്ചു. എല്ലാം സമ്മതം തന്നെ, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു ഡേറ്റ് വെച്ച് കോടതിയിൽ ഹാജരാവാൻ. അതിനുശേഷം പിന്നീട് അതിലെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്നായിരുന്നു. രണ്ടുപേർക്കും സമ്മതമായതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യാനുള്ള ഡേറ്റ് പിന്നീട് എടുത്തു. അങ്ങനെ മ്യൂച്വലായിട്ട് അവർ വേർപിരിയാൻ തീരുമാനിച്ചു. അടുത്ത ഒരു ഡേറ്റ് കൊടുത്തു. അന്ന് അവസാനമായിട്ട് ഒപ്പിട്ട് അവർ പിരിയും. അങ്ങനെ ഡേറ്റൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും രണ്ട് രീതിയിൽ വീട്ടിലെത്തി. രവി ബൈക്കിലും, അവൾ പിന്നെ എങ്ങനെ വന്നെന്ന് രവിക്കറിയില്ല. അങ്ങനെ രണ്ടുപേരും വീട്ടിലെത്തി. രവി അമ്മയോട് പറഞ്ഞു, അമ്മ 2 ആഴ്ച കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവും. ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഞാനിവിടുന്ന് മാറുകയാണ്. മോൻ എന്തിനാ ഇവിടുന്ന് മാറുന്നേ? അത് മാറിയല്ലേ പറ്റത്തുള്ളൂ അമ്മേ. കാരണം അവൾക്കൊരു ജീവിതം വേണം. കാരണം ഞാനൊരു ബാധ്യതയാണ്. ഞാൻ തന്നെ അല്ലെങ്കിൽ തന്നെ എന്തർത്ഥത്തിലാണ് ഇവിടെ കിടക്കുന്നത്? ഡിവോഴ്സായ ഭാര്യയുടെ വീട്ടിൽ കിടക്കുന്നത്. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാലും ഞാനിവിടെ കിടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അമ്മയ്ക്കും അച്ഛനും എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് അമ്മയും അച്ഛനും അങ്ങനെ പറയുന്നത്. അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. എൻ്റെ മക്കളെ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതെനിക്കറിയാം അമ്മേ. ഞാൻ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഞാൻ ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെയും കൈവിടില്ല. എൻ്റെ അമ്മയെക്കാട്ടിയും അച്ഛനെക്കാട്ടിയും ഒക്കെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അമ്മാവിയമ്മയും അമ്മാവിയപ്പനും അല്ല, എൻ്റെ അമ്മയും അച്ഛനും തന്നെയാണ്. നീ
എന്തെന്ന് പറഞ്ഞാലും ഞാൻ ഒരു വിളിക്കപ്പുറം നിങ്ങൾക്ക് കാണും. എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നെ വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം, അതുപോലെ തന്നെ അച്ഛനും വിളിക്കാം. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാം, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്നെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് തിരിച്ച്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒന്നിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അവൻ വാക്ക് കൊടുത്തു. അതിനുശേഷം അവൻ ഓഫീസിൽ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഒരു വീട് തരപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. കുഞ്ഞിനെ നോക്കാൻ തൽക്കാലം ഒരു ഹോം നേഴ്സിനെയും ഏർപ്പാടാക്കി. ഓഫീസിൻ്റെ അടുത്ത് തന്നെ വീടൊക്കെ സെറ്റപ്പായി. ഇനി കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം. അതൊക്കെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ എല്ലാം റെഡിയാക്കാൻ സെറ്റ് ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒപ്പിടേണ്ട ഡേറ്റ് എത്തി. അങ്ങനെ കുടുംബ കോടതിയിൽ അവർ രണ്ടുപേരും അവസാനത്തെ ഒപ്പുവിട്ട് വേർപിരിഞ്ഞു. രവി പിന്നെ രമ്യയുടെ വീട്ടിലേക്ക് പോയില്ല. രവി സെറ്റ് ചെയ്ത വീട്ടിലേക്ക് കുഞ്ഞും സാധനങ്ങളുമായി വന്നു. ഹോം നേഴ്സും ഉണ്ടായിരുന്നു. രവിയുടെ അമ്മയുടെ പ്രായമുണ്ട് ഹോം നേഴ്സിന്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു സ്നേഹം അവർക്കുണ്ടായിരുന്നു. കുഞ്ഞിനെ അവർ നല്ലതുപോലെ നോക്കുന്നുണ്ട്. പിന്നെ രമ്യയുടെ അമ്മയ്ക്കും അച്ഛനും രമ്യയ്ക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിനെ വന്ന് നോക്കാം. വീട് ഉറങ്ങിയതുപോലെ ശൂന്യമായിരുന്നു രമ്യയുടേത്. രമ്യയുടെ വീട് ഉറങ്ങിയ പോലെ ശൂന്യമായിരുന്നു. രമ്യയും അമ്മയും അച്ഛനും മാത്രം. എത്ര നിഷ്പ്രയാസമായിട്ടാണ് ആ ഒരു കുഞ്ഞു ജീവിതം രമ്യ ഇല്ലാതാക്കിയത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അമ്മയും അച്ഛനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കണ്ണീരൊഴുക്കി. ഇതുപോലൊരു നല്ല പയ്യനെ ഇനി ഈ ജന്മം അവൾക്ക് കിട്ടില്ല. അവൾക്ക് ഇതിൻ്റെ വില മനസ്സിലാവില്ല. 2-3 ദിവസം അവർ ഒന്നും ഉണ്ടാക്കിയില്ല. കഴിക്കാനും കുടിക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും രവിയെ കാണണം, മോനെ കാണണം എന്നുള്ള ചിന്തയായിരുന്നു. അവർ രണ്ടുപേരും കാണാൻ തോന്നുമ്പോഴൊക്കെ അവനെ പോയി കാണും, അവിടെ ചിലവഴിക്കും, എല്ലാം ചെയ്യും. രമ്യയോട് ഇപ്പോൾ അവർക്ക് നല്ല വെറുപ്പ് തോന്നി. കാര്യം എന്ന് വെച്ചാൽ അവൾ കാരണം നല്ലൊരു സന്തോഷകരമായ ജീവിതം ഇല്ലാതായി. ഇനി ഒരിക്കലും കിട്ടാത്ത വിധം അകന്നുപോയി എല്ലാം. അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യമായിരുന്നു. ഡിവോഴ്സ് കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ രമ്യ മനോജിനോട് പറഞ്ഞു, നമുക്കിനി ജീവിതം സെറ്റാക്കണം, ഇങ്ങനെ പോരാ. മനോജിന് ആകപ്പാടെ ടെൻഷൻ. വീട്ടിലിറങ്ങിയുള്ള അവസ്ഥയായിരുന്നു അവന്. കാര്യം രമ്യയാണ് താൻ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുകാരടങ്ങിയിരിക്കില്ല. പിന്നെ ഇവളെയും കൊണ്ട് വാടക വീട് എടുക്കാനുള്ള ശേഷി ഇപ്പോൾ ഇല്ല. മനോജ് രമ്യയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല വാടക വീടെടുക്കാൻ, നിൻ്റെ കയ്യിൽ വല്ലതുമുണ്ടോ? അവളുടെ കഴുത്തിലും കാതിലുമൊക്കെ ഉള്ള സ്വർണ്ണങ്ങൾ പണയം വിടുത്തി വീടെടുക്കാമെന്ന് രമ്യ പറഞ്ഞു. അങ്ങനെ മനോജ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതിനു മുന്നേ കല്യാണം രജിസ്റ്റർ ചെയ്യണം നമ്മൾ തമ്മിലുള്ള. രമ്യ പറഞ്ഞു. അതിനും പൈസയില്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, രമ്യ പറഞ്ഞു. ഇതിനെല്ലാം ചുമതല രമ്യയ്ക്കായിരുന്നു. അവൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ അവൻ്റെ കയ്യിലൊന്നുമില്ലാത്തൊരു പ്രശ്നമേ അല്ലായിരുന്നു. അവൾക്ക് സ്നേഹമായിരുന്നു വലുത്. അവന് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നു. അവളുടെ കയ്യിലുള്ള സ്വർണവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അവർ വീട് വാടകയ്ക്കെടുത്തു. രജിസ്റ്റർ മാരേജും രണ്ടുപേരും രജിസ്റ്റർ മാരേജും കഴിച്ചു. മനോജിൻ്റെ വീട്ടിൽ നിന്ന് വലിയ പ്രശ്നമായിരുന്നു. ഇവളെ എന്തിന് കല്യാണം കഴിച്ചു? ഇവൾക്ക് കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ളതല്ലേ, ഇവൾ കാരണമല്ലേ നീ കുറച്ച് നാൾ വല്ലാതെ വിഷമിച്ച് നടന്നത്, വീണ്ടും ഇവളെ എന്തിന് സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ടായിരുന്നു വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ അതൊക്കെ നിശബ്ദമായി മനോജിൽ നിന്ന് കേൾക്കാനും മനോജിന് നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. രമ്യയ്ക്ക് ദേഷ്യം വന്നെങ്കിലും രമ്യ ഒന്നും മിണ്ടിയില്ല. ഇങ്ങോട്ടേക്ക് ആരും ആവശ്യമില്ലാതെ കടന്നു വരണ്ട, രമ്യ പറഞ്ഞു. മനോജിൻ്റെ അമ്മയ്ക്കും അച്ഛനും പിന്നെ അതിൽ കൂടുതലൊന്നും വേണ്ടായിരുന്നു. അവർ അപ്പോഴേ യാത്ര പറഞ്ഞിറങ്ങി. മനോജിന് രമ്യയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ രമ്യയോട് ദേഷിച്ചാൽ അതും ഒരു പ്രശ്നമാണ്. അങ്ങനെ മനോജ് നിശബ്ദമായി നിന്നു. രവിയുടെ ജീവിതം ഹാപ്പിയായി കൊണ്ടു നടക്കുകയായിരുന്നു. കുഞ്ഞുമായിട്ട് കറങ്ങാനും എല്ലാം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ രമ്യയുടെ ജീവിതവും രവിയുടെ ജീവിതവും അമ്മയും അച്ഛനും അവരുടെ ജീവിതവും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പതുക്കെ രമ്യയുടെയും മനോജിൻ്റെയും ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.